വയനാട് പനവല്ലിയിൽ വീണ്ടും കടുവ സാന്നിധ്യം. സർവാണിയിൽ ഗർഭിണിയായ പശുവിനെ കടുവ കടിച്ചു കൊന്നു. മാനിക്കൊല്ലി വിനോദിൻ്റെ പശുവിനെയാണ് കൊന്നത്. 11 മണി സമയത്ത് പശുവും കുറച്ച് ആടുകളുമായിട്ട് സോമൻ എന്ന് പറഞ്ഞ ആൾ അവിടെ പശുവിനെ നോക്കിക്കൊണ്ടിരിപ്പുണ്ടായിരുന്നു. പശുവും ആടും കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ ഈ കാട്ടിൽ നിന്നൊരു സൗണ്ട് കേൾക്കുക. ഇയാൾക്കൊരു ഇച്ചിരി ഒരു വയസ്സായ ഒരാളാണ്. അപ്പോൾ ആൾ ഒരു മഞ്ഞ സാധനം ഓടി വരുന്നതായിട്ട് വെച്ചാൽ കടുവയാണെന്ന് പെട്ടെന്ന് ഈ കാടിനിടയിൽ കൂടെ ആയതുകൊണ്ട് ആൾക്ക് മനസ്സിലായില്ല. അപ്പോൾ ആ പശുവിനെ ഓടിച്ചുകൊണ്ട് വരികയും ഇതാ ഈ ഭാഗത്ത് ഈ സൈഡിൽ ഇവിടെ കൊണ്ട് കാട്ടിലേക്ക് ഇങ്ങോട്ട് ഓടിയത് പശു ഇവിടെ വന്നിട്ട് ഇതാ ഈ കാണാം. ഇവിടെ വെച്ചിട്ട് കടുവ പശുവിനെ കഴുത്തിന് ഒരു മുറിവ് ഉണ്ട്. ഇവിടെ വെച്ച് കൊല്ലുകയാണ് ചെയ്തത്. പറയൂ സുർജിത്ത്. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ സംഭവം ഉണ്ടായത്. 11 മണിയോട് കൂടിയാണ് സർവാണി മാനിക്കൊല്ലി എന്ന് പറയുന്ന പ്രദേശത്ത് കടുവയുടെ ആക്രമണം ഉണ്ടായത്. ഇത് ദൃക്സാക്ഷിയാണ് സോമൻ എന്ന് പറയുന്നയാൾ. അവിടെ ആടിനെ മേയ്ക്കുകയായിരുന്നു. പറയുന്ന വിനോദിന്റെ അമ്മ ലക്ഷ്മിയുടെ ഉടമസ്ഥയിലുള്ള പശുവിനെയാണ് ആക്രമിച്ചത്. 3 മാസം ഗർഭിണിയായ പശുവായിരുന്നു. ആ പശുവിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. പശുവിന്റെ ജഡം വെച്ചുകൊണ്ട് ഇപ്പോൾ ക്യാമറ ട്രാപ്പുകൾ വനംവകുപ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ സർവാണി പനവല്ലി മേഖലയിൽ നിരന്തരം കടുവകൾ ഇറങ്ങുന്ന, കടുവയെ പിടികൂടിയ ഒരു പ്രദേശം കൂടിയാണ് അത് മാസങ്ങൾക്ക് മുമ്പ് കടുവയെ ഈ മേഖലയിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത്. ആ പ്രദേശത്തുള്ള ഒരു ആൺകടുവയാണ് ഇത് എന്നാണ് പറയുന്നത്. പലപ്പോഴും നാട്ടുകാർ ഈ കടുവയെ കണ്ടിട്ടുണ്ട്. ഇതിനിടയിലാണ് ഇങ്ങനെ ഒരു ആക്രമണത്തിലേക്ക് എത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എസ് കെ.